പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അങ്ങയുടെ എല്ലാ മക്കളുടെയും ആവശ്യങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദീർഘനാളായിട്ട് കർത്താവ് കാത്തിരിക്കുന്ന വിഷയങ്ങളുണ്ട് ഈശോയെ, അത് ഇന്ന് നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീട് പണി ആരംഭിക്കുന്നവരുണ്ട് ഈശോയെ, അതുപോലെ എല്ലാ വിവാഹ ആലോചനകൾ ആരംഭിക്കുന്നവരുണ്ട്, ഉപരി വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നവരുണ്ട്. അങ്ങനെ എല്ലാ ആരംഭങ്ങളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ ആശീർവാദത്തിനായി സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ ആശങ്കകൾ ചില വ്യക്തികളെ കാണുമ്പോൾ എന്ത് സംഭവിക്കും, ഇങ്ങനെ ഓരോരോ വിഷയത്തിന് എന്ത് സംഭവിക്കും, അപ്പോഴും എന്ത് സംഭവിക്കും, ഞാനെന്ത് പറയും, ഞാൻ എന്ത് പറയണം, എനിക്ക് എന്ത് പറയാൻ പറ്റും, ഞാൻ ആഗ്രഹിക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകുമോ എന്നൊക്കെ വിചാരിച്ച് ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്, വ്യക്തിയുള്ള സംഭാഷണങ്ങളുണ്ട്. അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുകയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉറപ്പുവരുന്നതിന് പരിശുദ്ധമ്മ ദേവമാതാവിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ജോലി അന്വേഷിച്ച് പോകുന്നവരുണ്ട് ഈശോയെ, നഷ്ടപ്പെട്ട ജോലി വീണ്ടെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട് ഈശോയെ, ജപ്തി നടപടികളെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ഈ നിമിഷം ആ വിഷയത്തിന് അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദീർഘനാളായ ഇടത് മൂക്ക് ഇങ്ങനെ അടഞ്ഞിരിക്കുന്നവരുണ്ട്, അത് കർത്താവ് തുറന്നു തരുന്നതായിട്ട് സന്ദേശമുണ്ട്. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നീ നിന്റെ കുടുംബ ഈശ്വരനാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ ഇന്നത്തെ വഴിയാത്രകൾ, യാത്ര ലക്ഷ്യങ്ങൾ, അതിൽ നിലനിൽക്കുന്ന തടസ്സങ്ങൾ കർത്താവിനെ നന്ദിപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. നീ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് ചെയ്തു തീർക്കുന്നതിന് വേണ്ടി പലരുടെയും സഹായം നിനക്ക് ആവശ്യമുണ്ട്. ആ വ്യക്തികൾക്കെല്ലാം രോഗവും ക്ഷീണവും പ്രയാസങ്ങളുമാണ്. അവരെല്ലാം കർത്താവ് സന്ധിക്കുകയും
അവർ നിന്നോട് സഹകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ കൃപയുണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് വിധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നീ അനുഗ്രഹിക്കപ്പെടുമ്പോൾ വല്ലാത്ത മടുപ്പാണ്. ഒന്നും ചെയ്യാൻ തോന്നണില്ല, ഒരു കാര്യവും ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സിടിഞ്ഞിരിക്കുന്നവരുണ്ടാകും. കർത്താവിൻ്റെ വിശുദ്ധ രക്തം തലയ്ക്കപ്പെടുകയും നീ പുനർജീവിക്കുകയും ചെയ്യട്ടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഇന്നത്തെ ദിവസം നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, പോകുന്ന വഴികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, ഇടുന്ന ഒപ്പുകൾ, എഴുതുന്ന എഴുത്തുകൾ, സംസാരങ്ങൾ, ഫോണിലൂടെയുള്ള വിളികൾ, കമ്മ്യൂണിക്കേഷൻസ്, അതിനുള്ള റെസ്പോൺസ്, നിനക്കുള്ള പ്രതികരണങ്ങൾ എല്ലാം നിനക്ക് അനുകൂലമായി വരാനും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. ഏജൻസികൾ, കടകൾ, കമ്പോളങ്ങൾ, വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ നടത്തുന്ന എല്ലാ തൊഴിൽ മേഖലയും കാർഷിക മേഖലയിലും അവിടെയുള്ള പ്രതിസന്ധികൾ യേശുക്രിസ്തു നീങ്ങിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും ജീവിതത്തിൽ മേൽഗതി പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവവുമായിട്ട് കുറച്ചുകൂടി മെച്ചമായ റിലേഷൻസ് കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, പട്ടക്കാരന് ആത്മാവ് വളരുക എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ആത്മാവ് വളരുക എന്ന് പറയുമ്പോഴും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഓരോ കാര്യം ചെയ്യുമ്പോഴും അതുകൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനം, ഏറ്റവും വലിയ നമ്മൾ ഒരു വിഷയം ഡിസേൺ ചെയ്യാൻ, ഇപ്പം ഡിസേൺമെൻറ്റ് ഓഫ് ദി സ്പിരിറ്റ്, പ്രവർത്തനങ്ങളുടെ ഡിസേൺമെൻ്റ് ഇല്ലേ, വിവേചനം. ആ പ്രവർത്തനങ്ങളുടെ വിവേചനം ദൈവികമാണോ മാനുഷികമാണോ പൈശാചികമാണോ എന്നറിയാൻ വേണ്ടി ഉള്ള ഒരു നടപടിക്രമം എന്ന് പറയുന്നത്, ഇതുകൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനം എന്നുകൂടി. ഇപ്പം നിൻ്റെ കുടുംബകാര്യമാകാം, ചിലപ്പോൾ നിൻ്റെ പഠനകാര്യമാകാം, ചിലപ്പോൾ നിൻ്റെ പരീക്ഷക്കാര്യമാകാം, ചിലപ്പോൾ നിൻ്റെ ആരോഗ്യ പ്രശ്നമാകാം, നിൻ്റെ തൊഴിൽപരമായ കാര്യങ്ങളാകാം. പക്ഷേ അവിടെയെല്ലാം നീ ഒരു ചോദ്യത്തിന് ഉത്തരവിടണം. മനുഷ്യൻ എടുക്കാത്തൊരു ചോദ്യമാണ്, എന്താണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനം. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രയോജനം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു സീല് കിട്ടും. എന്താണ്? സ്വർഗത്തിൻ്റെ ഒരു സീല് കിട്ടും. ഉടമ്പടി എന്ന് പറയുന്ന സംഭവം നിലനിൽക്കണമെന്തിലാണ്? അതെവിടുന്നാണ് എനിക്ക് കിട്ടിയത്? കാനായിലെ കല്യാണ വീട്ടിൽ അമ്മ അവിടെ പ്രസൻ്റായിരുന്നു. പ്രസൻ്റ് ആകുമ്പോഴും അവിടെ വീഞ്ഞ് തികയാതെ വന്നതുകൊണ്ട് ആണ് അവൻ്റെ അമ്മ ഈശോയോട് പറഞ്ഞെന്ന്. അതിൻ്റെ ഓരോ വാക്കിനും ഭയങ്കര പ്രാധാന്യമാണ്. വീഞ്ഞ് തികയാതെ വന്നതുകൊണ്ട് അവൻ്റെ അമ്മ ഈശോയോട് പറഞ്ഞു. ആ വാക്കെല്ലാം കറക്റ്റാണ്. വീഞ്ഞ് തികയാതെ വന്നത് ഭയങ്കര സീരിയസ് വിഷയമാണ്. ഈശോയുടെ അമ്മ ഒരു സീരിയസ് വിഷയമാണ്. ഈശോയോട് പറഞ്ഞു എന്ന സീരിയസ് വിഷയമാണ്. കാര്യം അമ്മയുടെ ഒരു വിഷയം എന്ന് പറയണത് ഹൗ ടു ഇൻട്രൊഡ്യൂസ് ജീസസ് ടു ദി വേൾഡ്. മറിയത്തിൻ്റെ വിഷയം അതായിരുന്നു. നമ്മളൊക്കെ പെട്ടെന്ന് ഓർക്കുകയെ മറിയത്തിൻ്റെ വിഷയം ആ കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കുന്ന അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല. അത് സെക്കൻഡറി പോലും അല്ല. ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ഉദ്ദേശം എന്താണ്? ഈശോ ആരാണെന്നതിനെക്കുറിച്ച് അമ്മയ്ക്ക് നല്ല അറിവുണ്ട്. ഈ ഈശോനെ മനുഷ്യർക്ക് പ്രയോജനകരമായ രീതിയിൽ ദൈവത്തിൻ്റെ ഈ രക്ഷാകര സംവിധാനത്തിൻ്റെ പേരാ ക്രിസ്തു. അതിനെ ജനങ്ങൾക്ക് ജനകീയമായ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഈശോയെ ജനകീയവൽക്കരിച്ചതേ ഈശോയുടെ കുരിശുമരണവും ഉയർത്തുന്നപ്പോഴല്ല. നമുക്ക് എല്ലാത്തിനും ഒരു അക്കാഡമിക് തലങ്ങളുണ്ടാകും, ഒരു സാങ്കേതിക ടെക്നിക്കൽ തലങ്ങളുണ്ടാകും, ഒരു ജനകീയ തലമുണ്ടാകും. ഇപ്പം മൊബൈൽ നമ്മൾ ഇഷ്ടപ്പെടുന്നു, അത് ടെക്നിക്കൽ പെർഫെക്ഷൻ കൊണ്ടല്ല ഇഷ്ടപ്പെടുന്നത്, അത് നമുക്ക് പ്രയോജനമുള്ളത്. മനസ്സിലായില്ലേ? അത് ജനകീയം. മൊബൈൽ എങ്ങനെ ജനകീയമായി? 90 വയസ്സുള്ളവർക്ക് മൊബൈൽ ആവശ്യമുണ്ട്. ആ ടെക്നിക്കൽ പെർഫെക്ഷൻ ആണല്ലോ പ്രശ്നം, അത് ആവശ്യമാണല്ലോ, അല്ലാതെ നമുക്ക് പ്രയോജനം ഇല്ലല്ലോ. പക്ഷേ പ്രാക്ടിക്കൽ ഇമ്മീഡിയറ്റ് എല്ലാ വിഷയത്തിനും ഒരു ഇമ്മീഡിയറ്റ് ചാർജിങ് ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ജനകീയ വിഷയം എന്താണ്? അമ്മ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോനെ എങ്ങനെ ജനകീയമാക്കാം, 10 മനുഷ്യർക്ക് പ്രയോജനമുള്ള രീതിയിൽ എങ്ങനെയാക്കാൻ പറ്റും. അപ്പം അമ്മയ്ക്ക് അറിയാമായിരുന്നു. പരിശുദ്ധാത്മാവ് അമ്മയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് എപ്പോഴും പറയുമായിരുന്നു, മേരി
നിനക്ക് മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, എനിക്ക് പറ്റത്തില്ല, പിതാവിന് പറ്റത്തില്ല. ഞങ്ങൾക്ക് പറ്റണത് ഈശോയെ മനുഷ്യാവതാരത്തിലാക്കാനേ പറ്റത്തുള്ളൂ. പക്ഷെ മനുഷ്യരുടെ മുമ്പിൽ പരിചയപ്പെടുത്തുക എന്നുള്ളത് വി കാൻ ഡു ഇറ്റ്, അത് നിനക്കേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും പരിശുദ്ധാത്മാവ് ഇങ്ങനെ മേരിയെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അമ്മ ഒരു തക്കം നോക്കി അങ്ങനെ ഇരിക്കരുത്. അപ്പോഴാണ് കാനായിലെ കല്യാണത് ഒരു കഥയുമില്ലാത്ത കാര്യമാണ്. അവിടെ ഒരു അമ്മയ്ക്ക് കിട്ടിയൊരു ചാൻസാണ് കച്ചിത്തുരുമ്പ് പോലെ. എന്താണ് ഈശോയെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പരിവേഷം കൊണ്ട് നടന്ന ആളിനെ, ആക്രാന്തം പിടിച്ച് നടന്ന ആളിനെ പെട്ടെന്ന് കിട്ടിയൊരു അവസരമാണ് വീഞ്ഞ് ചെയ്യാതെ വന്ന കാര്യങ്ങൾ. യോഹന്നാൻ 2:3. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. അത് വലിയ വിഷയമല്ലായിരുന്നു ശരിക്കും പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് നിനക്ക് എന്താണ് ആ വീട്ടിൽ വീഞ്ഞ് തന്നത്, നമ്മളെന്ത് ചെയ്യാനൊക്കെ ഈശോ പെട്ടെന്ന് ആ വിഷയത്തെ ഭയങ്കര എന്താണ് അതിൻ്റെ ഒരു നിരർത്ഥക തലമാണ് ആദ്യം പറയണത്. പിന്നെയാണ് അമ്മ ആ സ്റ്റേഡിൽ തന്നെ നിന്ന് ആ സ്റ്റേഡായിട്ട് തന്നെ നിന്നപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി മദർ ഈ വിഷയത്തിൽ മാറുന്നില്ലെന്ന് മനസ്സിലായി. മദർ ആ വിഷയത്തിൽ മാറുന്നില്ലെന്ന് ഈശോയ്ക്ക് മനസ്സിലാകണം. അത് മദർ വേറെ ആരെങ്കിലും ആണ് നിന്നെങ്കിൽ മദറിൻ്റെ സ്ഥാനത്ത് നിന്ന് ഒക്കത്തില്ല. ഇപ്പോൾ 10 ദിവസമാണ് ഹോൾഡ് ചെയ്യണമെങ്കിൽ 10 ദിവസം ആ വിഷയത്തിൽ മാറുന്നില്ലെങ്കിൽ ഈശോയ്ക്ക് അത് ഡോണ്ട് മൈൻഡ്. പക്ഷെ മദർ മാറാതിരിക്കുമ്പോൾ ഈശോ പല രീതി ബൗണ്ടഡാണ്. ഹ്യൂമൻ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞ രീതിയിൽ കർത്താവിനൊരു മനുഷ്യാവതാരം കൊടുത്തതിൽ അത് നേർ പങ്കാളിയാണ് ഇവർ. അപ്പോൾ അവർ ആ സിസ്റ്റർ സ്റ്റേണായിട്ട് നിന്നത് കാരണം ഈശോ അത് സീരിയസ് ആയിട്ട് പിന്നെ എടുക്കേണ്ടി വന്നു ഈശോയ്ക്ക്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇന്ന് എല്ലാ ഈശോയെ സ്റ്റേണെന്ന് വെച്ചാൽ ആ വീട്ടിൽ വീഞ്ഞ് തീർന്നിട്ട് അവിടെ വീഞ്ഞുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല പ്രശ്നം. മറിച്ച് ആ ഒരു വകുപ്പെടുത്തുകൊണ്ട് ഈശോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ലോകത്തിനെ. അതാണ് പിന്നീട് അത് പൗലോസ് മനസ്സിലാക്കാൻ എന്തുമാത്രം സമയമെടുത്തു അല്ലേ. പൗലോസ് ഈ പൗലോസും അമ്മയും തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല എന്തുണ്ടെങ്കിലും പൗലോസ് വർഷങ്ങൾക്ക് ശേഷം കണ്ടു മനസ്സിലാക്കിയതെല്ലാം ആദ്യം അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഇറക്കണ അമ്മയാണ്. എന്താണ് പൗലോസ് എന്താ പറഞ്ഞത്? യേശു ക്രിസ്തു എല്ലാമാണെന്ന് പറയും. ക്രോസസ് 3:18. ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ അപരിഷ്കൃതനെന്നോ സിദിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ്. ഈശോയുടെ അമ്മയാണ് ആദ്യം കണ്ടുപിടിച്ചത് ക്രിസ്തു എല്ലാമാണെന്നുള്ളത്. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ സദ്യം അമ്മയെപ്പോലെ ചിന്തിക്കണം. ഞാൻ ഈ വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പഠിച്ചതുകൊണ്ടോ എനിക്ക് വീട് കിട്ടിയതുകൊണ്ടോ എൻ്റെ ഉദ്യോഗം കിട്ടിയതുകൊണ്ടോ PR കിട്ടിയതുകൊണ്ടോ പെൻഷൻ കിട്ടിയതുകൊണ്ടോ ദൈവത്തിന് എന്ത് പ്രയോജനം? ആ ഒരു വിഷയം കൂടി നിങ്ങൾ അതാണ് ഇതിൻ്റെ ബൂസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനൊരു നിങ്ങൾക്കൊരു ഉത്തരം പറയാൻ കൃത്യമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിഷയത്തിൻ്റെ മേൽ കത്തുപിടിക്കും. ആ വിഷയം ദൈവം ഏറ്റെടുക്കും. അപ്പം കളമറിഞ്ഞ് കളിക്കുക. ഉടമ്പടി എടുത്തിട്ട് മറച്ചു വെക്കുക. ഞാൻ ഉടമ്പടി എടുത്തതായിട്ട് വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അറിയാൻ പറ്റത്തില്ല. പത്രം കൊടുക്കത്തില്ല, അത് വേറെ ആരെങ്കിലും ഏൽപ്പിക്കും, അല്ലെങ്കിൽ അലമാരി വെച്ചേക്കും, മറച്ചു വെക്കും. പത്രം കൊടുത്താലല്ലേ ഉടമ്പടി എടുത്തെന്ന് അറിയത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ മറച്ചു വെച്ചാൽ സ്വാഭാവികമായിട്ടും എന്താ സംഭവിച്ചിരിക്കണത്? പണ്ട് ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഉണ്ടായിരുന്നത് കൂടി തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. 25 വായിച്ചേ, മത്തായി 25. അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്ത് മണ്ണിൽ മറച്ചു വെച്ചു. ഉടമ്പടി മറച്ചു വെച്ച കക്ഷികളാണ്. ഇതാ നിന്റേത് എടുത്തുകൊള്ളുക. യജമാനൻ പറഞ്ഞു ദുഷ്ടനും മടിയനുമായ വൃത്യാ. ഉടമ്പടി എടുത്തിട്ട് മറച്ചു വെക്കുകയോ പത്രം കൊടുക്കാതിരിക്കുകയോ അലമാരി വെച്ച് പൂട്ടുകയോ ചെയ്താൽ കേൾക്കണ പിടിക്കട്ടെ, ദുഷ്ടനും മടിയനുമായ ഭൃത്യ. ഞാൻ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നവനും. ഇത്രയും സാഹിത്യമൊന്നും പറയത്തില്ലെങ്കിലും നമ്മൾ തന്നെത്താൻ മനസ്സിലാക്കി പത്രം കൊടുക്കണം, ഇത് ആരെക്കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കും. മനസ്സിലായില്ലേ? ഇതാണ് സംഭവം. അതായത് വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നവനുമായ ആണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ. അപ്പോൾ ഇതാ സംഭവം. ഉടമ്പടി എടുത്തിട്ട് ആക്ടിവേറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അതാണ് ഒരു ഘടകം ആൾക്കാർ. അപ്പോൾ അവർക്ക് അവരുടെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? ദുഷ്ടനും മടിയനുമായ ഭൃത്യ. അതുകൂടി എടുത്തിട്ട് അവൻ്റെ കൃപ കൂടി, ഉണ്ടായിരുന്ന കൃപ കൂടി എടുത്തു മാറ്റും.
അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, നിങ്ങൾ ആലപ്പുഴ വന്ന് പണി മേടിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം. വീട്ടിൽ കുത്തിയിരിക്കാൻ പാടില്ല. എന്തിനാ വണ്ടിക്കാശ് കാണുന്നത്? ആലപ്പുഴ വന്ന് എന്തിനാ പണി മേടിക്കണം എന്നൊക്കെ ഞാൻ പച്ച മലയാളത്തിൽ ചോദിക്കുന്ന കാര്യം എന്താണ്? ചില ആൾക്കാർ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഉടമ്പടിയുടെ ഉപ്പ് നോക്കാൻ വേണ്ടി വരും. എന്നിട്ട് അവരതൊന്നും ചെയ്യത്തുമില്ല. അത് വീട്ടിൽ അപ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ ഉടമ്പടി തൈലം ആലപ്പുഴ പോയപ്പോൾ മാതാവിൻ്റെ ഒക്കെ ഇത് മേടിച്ചാലല്ല, അവിടെ എവിടെയോ കാണും, ഒന്ന് നോക്കിക്കുക. ഇവർ വെച്ച സ്ഥലം പോലും അറിയാൻ പാടില്ല. അവർ അത്രയുള്ള വെടുകന്മാർ ഈ സംഭവം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ ദൈവത്തിനെ പരീക്ഷിക്കരുത്. അതാ മറച്ച് വെക്കുക എന്ന് പറയുന്നത്. ഉടമ്പടി മറച്ച് വെക്കുക. അതിന് കൊടുത്തിരിക്കുന്ന മറുപടി എന്താണ്? ദുഷ്ടഭൃത്യ, ദുഷ്ടനും മടിയനുമായ ഭൃത്യ. അപ്പോൾ ദുഷ്ടനും മടിയനുമായ ആൾക്കാർ, മടിയനെന്ന് പറയുന്നത് എന്താണ്? പ്രവർത്തിക്കാൻ കഴിവില്ലാതെ പ്രവർത്തിക്കാതിരിക്കുന്നവരാണ് മടിയന്മാരെന്ന് പറയണത്. അപ്പോൾ മടിയന്മാർക്കുള്ളതല്ല, എന്നാലും ഉടമ്പടി ആർക്കുള്ളതാണ്? ഉത്സാഹിക്കുള്ളതാണ്. ഒന്ന് കൈപൊക്കിക്കേ. കർത്താവേ, ഉടമ്പടി ആചരിക്കാൻ, ഉടമ്പടി ആഘോഷിക്കാൻ എനിക്ക് ഉത്സാഹം നൽകണമേ. എന്റെ മടി മനസ്സിൽ നിന്ന്, എന്റെ ശരീരത്തിൽ നിന്ന് മടിയെ നീ മാറ്റി അകറ്റണമേ. സാക്ഷ്യം അറിയുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? 3 തരത്തിൽ നമുക്ക് ഉടമ്പടി ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും. ഒന്നെന്താണ്? ഒന്ന് ഉടമ്പടി എടുത്തിട്ട് മറച്ചു വെക്കുക. അതാണ് 25-18. രണ്ടാമത്തേത് എന്താണ്? 17-10. ലുക്കാന്റെ സുവിശേഷം 17-10. ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. ഇത് ഒരു പ്രശ്നമാണ്. എന്നുവെച്ചാൽ ഇത് ഒരു ദാസൻ അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതുണ്ട്. മറ്റേത് ആദ്യത്തെ കക്ഷി എന്താ ചെയ്തത്? മറച്ചു വെച്ചു, ഒന്നും ചെയ്തില്ല, മടിയനായിട്ടിരുന്നത്. ഇപ്പോൾ ഇയാളെന്താ ചെയ്തിരിക്കണം? 17-10 അയാൾ ഇവിടുന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു. രോഗികളെ കാണാമില്ല, ഒരു കുഴപ്പമില്ല. പത്രം കൊടുക്കാമില്ല, പത്രം കൊടുത്ത് പെരുന്നാളിന് നോട്ടീസ് കൊടുക്കാൻ പോലെ ഓരോ പത്രം കൂടെ കൊടുക്കും. കൽപ്പിക്കപ്പെട്ടു, ചെയ്തു, അത്രേ ഉള്ളൂ, തീർന്നല്ലോ. ഇത് ബയോളജിക്കല്ല, ടെക്നിക്കലാണ്. ഇതൊരു ജൈവപരമായ ഉടമ്പടി അല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്നേഹബന്ധത്തിൻ്റെ പേരിലുള്ളതല്ല, ഉടമ്പടി എടുത്തതിൻ്റെ പേരിലുള്ള കാട്ടിക്കൂട്ടലാണ്. ഉപവസിക്കാമല്ല, ഇത് ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കണില്ല, തീർന്ന്. ഇങ്ങനെ എന്ത് പറയുന്നു അതനുസരിച്ചിട്ട് സ്നേഹമില്ലാതെ ചെയ്യുക. നിയമം എന്ത് പറയുന്നു, ഉടമ്പടി എന്ത് പറയുന്നു അതനുസരിച്ചിട്ട് ദൈവത്തോട് സ്നേഹമില്ലാതെ നിയമപരമായ ടെക്നിക്കലായിട്ട് സാങ്കേതികമായിട്ട് ഈ വിഷയം അങ്ങനെയുള്ള ഒരു 40% ആൾക്കാരുണ്ട് ഉടമ്പടി എടുത്തിരിക്കുന്നവർ. അവരിതെല്ലാം ചെയ്യും, പക്ഷേ വിത്തൗട്ട് ലവ്. കാര്യം ആ നിയമം തെറ്റിക്കരുതല്ലോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വിളക്കാൻ ചേക്കണ പാണ്ടാകുമോ, ഞാൻ ചെയ്തേക്കാം. വന്ന് ആശുപത്രിയിൽ നിന്ന് അമ്മച്ചോടി ചോദിക്കണം, വലിയമ്മച്ച് വന്നായിരുന്നു. വലിയമ്മ ആശുപത്രിയിലായിരുന്നു. ഇവർക്ക് ആശുപത്രി പോകാൻ കഴിയില്ല. ആശുപത്രി ആകുമ്പോൾ വേണമെങ്കിൽ 2 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഗവൺമെൻറ് ആശുപത്രിയിലാകുമ്പോൾ ഇവിടെ സ്റ്റാറ്റസിന് പറ്റത്തില്ല. വീട്ടിലാണെങ്കിൽ വലിയമ്മച്ച് രോഗിയാണ്, പോയി കണ്ടെന്നായി. അതേസമയം തന്നെ അവിടെ വീട്ടിൽ നടന്നാൽ പോലും ബന്ധുപുറക്കൊരു വിസിറ്റുമായി. അപ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ അളന്നും തൂക്കിയും രോഗികളെ കാണുന്ന സാങ്കേതിക ഉടമ്പടിക്കാരുണ്ട്. അവിടെ ദൈവസ്നേഹമില്ല, ആ നിയമം പാലിക്കപ്പെട്ടതെല്ലാം ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു 40% പേരുണ്ട്. നിങ്ങൾ ഉടമ്പടി ലാഗാകാൻ കാരണം നിങ്ങളുടെ ഉടമ്പടി ചിലരുടേത് സാങ്കേതിക ഉടമ്പടിയാണ്. അവർ ചെയ്യുന്നില്ലെന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട്. അവിടെ ഉടമ്പടി ഇരിക്കണ ഇരിപ്പിൽ തന്നെ വെള്ളയായി, നീലയായി, ഇരിക്കണ ഇരിപ്പിൽ ഉടമ്പടി വെള്ളയായി, വേണമെങ്കിൽ ഉടമ്പടി സിൽവർ ഗ്രേയും ആവും. സാങ്കേതികമായിട്ട് മാറിക്കൊണ്ടിരിക്കും. അവർക്ക് ദൈവസ്നേഹത്തെ വളർച്ചയില്ല. നിയമപരമായി ചെയ്യാണ്. അതാണ് 17-10 കൽപ്പിക്കപ്പെടെല്ലാം ചെയ്തതിന് ശേഷം അങ്ങനെ ഇരിക്കുന്ന ദാസന്മാരാണ്. ഇനി വേറെ ഒരു ദാസനുണ്ട് ബൈബിൾ പറയണം. അതെന്ന് പറയണത് നമ്മുടെ മത്തായി സ്ത്രീകളുടെ സുവിശേഷം 5:47 എടുത്തേ. മത്തായി 5:47. സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നിയമപരമായിട്ടുള്ള കാര്യങ്ങള്, കൽപ്പിക്കപ്പെടെല്ലാം ചെയ്ത കാര്യങ്ങള്, സഹോദരനെ സ്നേഹിക്കുന്ന കാര്യമാണ് ഈ ദൈവം പറഞ്ഞിരിക്കുന്നത് വചനത്തിൽ, അല്ലേ? നീ നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പം അയൽക്കാരനെ സ്നേഹിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ അങ്ങനെയുള്ള സഹോദരൻ മാത്രമേ നീ അഭിവാദനം ചെയ്യുന്നുള്ളെങ്കിൽ പിന്നെന്ത് ചോദിക്കണത്? വിശേഷവിധിയായി
നീ എന്താണ് ചെയ്യണത്. അതാണ് ഉടമ്പടിയുടെ പ്രശ്നം. അത് ക്രാക്കാകണമെങ്കിൽ കാരണം അത് ക്രാക്കാകണമെങ്കിൽ കൽപ്പിക്കപ്പെട്ട ചെയ്താൽ മാത്രം പോരാ. പിന്നെ എന്ത് ചെയ്യണം? അവൻ പറയണ പോലെ ചെയ്യണമല്ല. അവൻ പറയണ പോലെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ മൂന്ന് തരത്തിൽ ചെയ്യാൻ പറ്റും. ഒന്നെന്താണ്? 1:25-18 എന്താണ്? മറച്ചു വെക്കുക. ഉടമ്പടി പേപ്പർ വരെ അല്ലെങ്കിൽ പത്രം വരെ അലമാരി എടുത്ത് പൂട്ടി വെക്കുക, മറച്ചു വെക്കുക. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ കൽപ്പിക്കപ്പെട്ടെല്ലാം ചെയ്യുക. അത് ലൂക്കാ 17:10. മൂന്നാമത്തെ എന്താണ്? 5:47 മത്തായിസിക 5:47 എന്താ പറയണത്? വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്. ഉടമ്പടി ഇത്തരം കാര്യങ്ങൾ കൃപാസനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില ആൾക്കാർ അവരാണ് ക്രാക്ക് ചെയ്യണത്. അവരാണ് അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ത്രേസ്യക്കുട്ടിയുടെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ ത്രേസ്യക്കുട്ടി കുഷ്ഠരോഗികളെ കാണാൻ പോകും. രോഗികളെ കാണാൻ പോകാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ. അവർ കുഷ്ഠരോഗികളെ കാണാൻ പോകുമ്പോൾ അവർ ചെയ്യണത് എന്താണെന്ന് അറിയാമോ? എല്ലാവരും കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കും, എന്നിട്ട് പത്രം വായിച്ച് കേൾപ്പിക്കും. കണ്ണ് കാണാൻ. അതാണ് വിശേഷ വിധി എന്ന് പറയണത്. വിഷയം പറയാം. നമ്മൾ ഇവിടുന്ന് പറഞ്ഞിട്ടില്ല കുഷ്ഠരോഗികളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ത്രേസ്യക്കുട്ടി അത് ചെയ്യുകയാണ്. എന്താ കാര്യം? അവർ ഫോളോ ചെയ്യണത് മത്തായി 5:47 എന്താണ്? വിശേഷ വിധിയായിട്ടാണ് ചെയ്യണത്. ഉടമ്പടി പല തരത്തിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഉടമ്പടിയിൽ പുരോഗമനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് തോന്നണം നിങ്ങൾ ദൈവവുമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കണത്. അവർ ദൈവസ്നേഹം കൊണ്ട് വിശേഷ വിധിയായി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം വിശേഷ വിധിയായി ചെയ്താൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, വിശേഷ വിധിയായി ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറയണത് 1 താലന്ത് 10 ആകും, 2 താലന്ത് 4 ആകും, 5 താലന്തും. ഇപ്പോൾ താലന്തിൻ്റെ കഥ പറയണില്ലേ? താലന്തിൻ്റെ കഥ പറയുമ്പോൾ കർത്താവ് എന്താ പറയണത്? ഒരു യജമാനൻ തൻ്റെ ഭൃത്യന്മാരെ വിളിച്ച് ഒരാൾക്ക് 5 താലന്ത് കൊടുത്തു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. വായിച്ചേ. മത്തായി 25:14 ഒരുവന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. അവൻ ഓരോരുത്തന്റെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. ഈ യാത്ര പുറപ്പെട്ടുള്ള യജമാനൻ ക്രിസ്തു തന്നെയാണ്. കർത്താവിൻ്റെ അവസാന കാല കഥകളാണ് ഇതെല്ലാം. മത്തായി 25 പറയുന്ന കന്യകമാരും അതുപോലെ തന്നെ താലന്തുമെല്ലാം ഈ കർത്താവിൻ്റെ മരണത്തിന് തൊട്ടടുത്ത മാസങ്ങളിൽ പറയുന്ന കഥകളാണ്. കർത്താവ് യാത്ര പുറപ്പെടാൻ പോകുന്നു. കർത്താവിൻ്റെ ഡെത്ത്, പാഷൻ കോൺഷ്യസ് ശക്തമാകുന്നുണ്ട് ശരിക്കും അവസാന കാലമാകുമ്പോൾ. അപ്പോൾ കർത്താവിനെ അറിയാൻ പറ്റും ഇതിനെക്കുറിച്ച്. തനിക്ക് സംഭവിക്കാൻ പോകുന്നത് എല്ലാം അറിയാമായിരുന്ന യേശു എന്നൊക്കെ ബൈബിൾ പറയുന്ന ആ അർത്ഥത്തിലാണ്. കഥകളൊക്കെ പറയുമ്പോൾ തന്നെ അതിനകത്ത് ഡെത്ത് കോൺഷ്യസ് ഉണ്ട്, ഒരു പാഷൻ കോൺഷ്യസ് തനിക്ക് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് സമ്പത്തെല്ലാം ഏൽപ്പിച്ചിട്ട് യജമാനൻ യാത്ര പുറപ്പെടുകയാണ്. പക്ഷേ യാത്ര പുറപ്പെട്ടാലുള്ള ഗുണം എന്താണ്? ഒരു പോകുകയല്ല, തിരിച്ചു വരും. യജമാനൻ തിരിച്ചു വരും. അതാണ് ഈ ത്രേസ്യക്കുട്ടി സാക്ഷ്യം പറയുമ്പോൾ പറയണത്. കൃപാസനം ഈ പുണ്യഭൂമി കർത്താവിൻ്റെ 2ാം വരവിനായി ഒരുക്കുന്ന പാഠശാല എന്ന് പറയും. ഞാനൊക്കെ ഈ ചേച്ചിക്ക് ഇത്രയും പേര് ജ്ഞാനമൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ഞങ്ങൾക്ക് പോലും ദൈവം ഞങ്ങളോട് പോലും അത് പറഞ്ഞിട്ടില്ല. ത്രേസ്യക്കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. മാതാവിനെ നേരിട്ട് കണ്ട എന്നോട് പോലും പറഞ്ഞിട്ടില്ല ഇത് 2ാം വരവിൻ്റെ ഒരുക്കമാണെന്ന്. പക്ഷേ ത്രേസ്യക്കുട്ടിയോട് പറഞ്ഞു. എന്താ? കയ്യിലിരിപ്പത് കൊണ്ടാണ്. അവിടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. കുഷ്ഠരോഗിനൊക്കെ പോയി കർത്താവാണെന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. ത്രേസ്യക്കുട്ടി എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു സീനിയർ നേഴ്സിംഗ് അസിസ്റ്റൻ്റാണ് അവർ. അപ്പോൾ അവർ പറയണത് അവിടെ ഒത്തിരി ഡെസ്റ്റിറ്റ്യൂട്ട്സ് വരും. നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് അവർക്ക് ജോലിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അപ്പോൾ അവർ ഒത്തിരി ഡെസ്റ്റിറ്റ്യൂട്ട്സ് വരും. നിരാലംബർ, എന്താ ബന്ധുക്കളില്ലാത്തവരെ, രോഗികളെ ബൈസ്റ്റാൻഡേഴ്സ് ഇല്ലാത്ത രോഗികൾ വരും. എല്ലാവർക്കും വീട്ടിൽ നിന്ന് വന്നവർക്കല്ല ബൈസ്റ്റാൻഡർ ഉണ്ടാവുക, വഴിയിൽ നിന്ന് വന്നവർക്ക് വല്ലതും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു മെഡിക്കൽ കോളേജിലാണ് ചികിത്സക്ക് വരുന്നത്. അപ്പോൾ ഈ ഡെസ്റ്റിറ്റ്യൂഷനെ കാണുമ്പോൾ ഞാൻ കർത്താവാണെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമെന്ന് ഉടമ്പടിയുടെ ബലമാണേ. എൻ്റെ മെഡിക്കൽ കോളേജിൽ ഒരു നിരാലംബരായിട്ട് ആരോരും ഇല്ലാത്ത ഒരു രോഗി വന്നത് കണ്ട ഞാൻ കർത്താവാണ്, ഈശോയാണ് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് അവരോട് സംസാരിക്കും. അവരെ വിളിച്ചു കൊണ്ടുവരും ആശുപത്രി, അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കുമെന്നാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, സഹായം അർപ്പിക്കുന്നവരിൽ ആവശ്യക്കാരിൽ അങ്ങയെ കണ്ട് ഉടമ്പടി നിബന്ധനകൾ അനുവർത്തിക്കുവാൻ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.